ഹലോ ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ മുടി കൊഴിച്ചിലിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമുക്ക് മുടി കൊഴിച്ചിലൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഇതങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നല്ല സൂപ്പറായിട്ടൊരു താളി തേക്കാണ്. താളി എന്ന് പറഞ്ഞാൽ പഴമക്കാരൊരു താളിയാണ് കേട്ടോ. ഇപ്പോൾ അത് ഏറെ ആൾക്കാർക്ക് കിട്ടാൻ സാധ്യതയില്ല, എന്നാലും എനിക്കിന്നത് ഏതായാലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതുകൊണ്ടൊരു താളി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ കാണിച്ചു തരാം എന്താണ് ഇത് സംഭവം എന്ന്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ വെള്ളിയില എന്ന് പറഞ്ഞ ഇല. അപ്പോൾ അതിലൊരു വെളുത്ത ഇലയും ഉണ്ടാവും. അപ്പോൾ വെളുത്ത ഇല നമ്മൾ തലയ്ക്ക് ഉപയോഗിക്കുന്നില്ല, പച്ച ഇല മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇത് തേച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മളെ മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും പിന്നെ അറ്റം പിളരണ ഒരു സംഭവം ഉണ്ടല്ലോ, മുടീൻ്റെ പ്രശ്നം, അത് പോവാനും അകാലനില മാറാനും എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താളി തന്നെയാണ് കേട്ടോ. ഇത് നമ്മളെ മുത്തശ്ശിയൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇത് തന്നെയാണ് തേച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഷാമ്പു ഒന്നും അന്നത്തെ കാലത്തില്ലല്ലോ. അപ്പോൾ അവരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സൂപ്പർ താളി തന്നെയാണിത്. അപ്പോൾ ഇത് തിളച്ച വെള്ളത്തിലാണ്ട് ഇട്ട് വെക്കുകയാണ് കേട്ടോ ചെയ്യൽ. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് വെള്ളം ചൂടാറി കഴിഞ്ഞിട്ട് നമ്മളിത് ഒന്നുകൊണ്ട് കൈ കൊണ്ട് നല്ലോണം ഒന്നുകൊണ്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ താളീൻ്റെ കൊഴുപ്പൊക്കെ നമ്മളെ വെള്ളത്തിൽ വരും കേട്ടോ. അങ്ങനെയാണ് ഇത് തേക്കുക. നമ്മളെ താളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. നമുക്കിത് നല്ലോണം കൈ വെച്ചിട്ട് ഞെരടി ഇലേൻ്റെ ചാറൊക്കെ ഈ വെള്ളത്തിൽ ചേരുന്ന രീതിയിൽ ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കേട്ടോ ഇങ്ങനെ ഞെരടി ആക്കുക. ഇന്നത്തെ വീഡിയോ എത്രത്തോളം ആൾക്ക് ഉപകാരം ഉണ്ടാകുമെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. കാര്യം ഈ തൊടിയിലും പറമ്പിൽ കൂടെ ഒക്കെ നോക്കുന്നവർക്കൊക്കെ ഇതൊക്കെ കിട്ടാൻ വഴിയുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് ഒരിക്കലും ഇതൊന്നും വാങ്ങാൻ കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ പുറത്ത് ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ വിദേശത്തുള്ള ആൾക്കാർക്ക് അവർക്കൊന്നും ഇത് കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതാട്ടോ പറഞ്ഞത്, ഇത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് താളി ഇത് തന്നെയാണെന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഇതേതായാലും നമുക്ക് ഇവിടെ തൊടിയിൽ കാടും പന്തൊക്കെ വെട്ടിയപ്പോഴേ അങ്ങനെ കിട്ടിയതായിരുന്നു. അപ്പോൾ എന്തായാലും നല്ല മുടി കൊഴിച്ചിലാണേനും. അപ്പോൾ ഇത് ആദ്യമൊക്കെ ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ പാക്കും കാര്യങ്ങളൊന്നും ഉപയോഗിക്കലില്ല കേട്ടോ. നമ്മൾ കുറച്ച് ബിസി ആയിരുന്നു സംഭവം ആദ്യമായി. അപ്പോൾ അതാ ഞാൻ നല്ലോണം ഇത് ഞെരടി പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് അതിൻ്റെ അടിയിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ നണ്ട് പിഴിഞ്ഞ് ചാറ് മുഴുവൻ നമ്മളെ പാത്രത്തിലാവുന്ന രീതിയിൽ പിഴിഞ്ഞിട്ട് മാറ്റി വെക്കുകയാണ്. പിന്നെ നമ്മൾ എന്ത് പാക്കാണെങ്കിലും താളിയാണെങ്കിലും ഒന്ന് അരിച്ചിട്ട് ഉപയോഗിക്കുകയാണ് കേട്ടോ അതിൻ്റെ നല്ലത്. കാര്യം നമ്മളെ തലയിലെ മുടിയിലൊന്നും അത് പറ്റി പിടിച്ചിരിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്നത് അരിക്കും കൂടി ചെയ്യാൻ കേട്ടോ. അപ്പോൾ അരിക്കാൻ ഞാൻ എപ്പോഴും ഞാൻ പറയലുണ്ട്, ഒരു പിന്നെ ഷാളിൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൽ ഒന്നിട്ട് ആക്കിയാൽ മതി. ഏറ്റവും ബെസ്റ്റ് അതാണ് കേട്ടോ. തോർത്തുമുണ്ടൊക്കെ എടുക്കുന്നതിനാളൊക്കെ നല്ലത് ഇതുപോലൊരു കഷ്ണം തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലാണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളെ താളീൻ്റെ വേസ്റ്റൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്ര ഉള്ളൂ. ഇതിൻ്റെ കളറ് ഇങ്ങനെ തന്നെ ഉണ്ട്. നല്ലൊരു കരിപ്പച്ചൊന്നും ആയിരിക്കില്ല, ലൈറ്റ് പച്ച ഉണ്ടാവുള്ളൂ. നമ്മൾ വെണ്ടയ്ക്കൊക്കെ നമ്മൾ തലയിൽ തേക്കുമ്പോൾ കണ്ടിട്ടില്ല, വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞിട്ട് എന്താ അതിൻ്റെ ചാറ് ആ ഒരു രീതിക്കാണ് കേട്ടോ പച്ച കളർ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ വെള്ളിയിലെ താളി ഇവിടെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സൂപ്പറാണ് കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. എപ്പോഴും നമ്മൾ മുടി കെയർ ചെയ്യുമ്പോൾ തന്നെ ഉള്ളൂ കേട്ടോ മുടി കൊഴിച്ചിലൊക്കെ മാറിയിട്ട് നമ്മളെ മുടിയൊക്കെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ മുളയ്ക്കാൻ തുടങ്ങുക. അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ കുറച്ച് നമ്മളെ പൂരം വിലയൊക്കെ ആയിട്ട് തന്നെ നമ്മളെ എന്താ ബ്യൂട്ടി കെയറിനും അല്ലെങ്കിൽ നമ്മളെ ഹെയർ കെയറിനൊന്നും സമയം കിട്ടാറില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധ കുറവുകൊണ്ട് തന്നെ ആയിരിക്കണം മുടി വല്ലാതെ പോകണം കേട്ടോ. സങ്കടമാണ് കാണുന്നത്. പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ കാര്യം, അല്ലെങ്കിൽ തന്നെ ചുരുളൻ മുടിയാണ്, മേലേക്ക് കയറുന്നതുകൊണ്ടാണ്. എന്നാലും ഉള്ളത് നമുക്ക് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ഇനി ഈ താളിയൊക്കെ ഒന്ന് തേക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തൊട്ട് പരട്ടിയിട്ടുണ്ട്. ഇനി എന്തായാലും ഈ താളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്നുകൊണ്ട് തേച്ച് പിടിപ്പിക്കട്ടെ. ഒരു 10 മിനിറ്റ് ഞാൻ നിർത്തണുള്ളൂ. ഇപ്പോൾ ചൂടൊക്കെ അല്ലേ, അപ്പോൾ കൂടുതൽ സമയമൊന്നും ഞാൻ തലയിൽ വെച്ച് പിടിപ്പിക്കുന്നില്ല. ഒരു 10 മിനിറ്റിന് ശേഷം ഞാൻ ഇത് കഴുകി കളയും കേട്ടോ. അപ്പോൾ ഇതൊന്ന് സൂപ്പറായിട്ട് തന്നെ ഒന്നത് തേക്കട്ടെ.
നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ നല്ല സൂപ്പറായിട്ട് തന്നെ നമ്മൾ മുടി വന്നിട്ടുണ്ട്. നമ്മൾ മഴുക്കൊക്കെ നല്ല രീതിയിൽ തന്നെ പോയിട്ടുണ്ട്. പിന്നെ ഇത് എന്തായാലും നമ്മളെ മുടിക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ കിട്ടണവരൊക്കെ ഒന്ന് തേച്ച് കളി. എന്തായാലും തൊടിയിലൊക്കെ ഉള്ള സാധനങ്ങളല്ലേ, നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ലല്ലോ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോ. അപ്പോൾ ടാറ്റാ.